നമസ്കാരം. യുദ്ധത്തിൽ രാവണൻ ദയനീയമായി തോറ്റ് നിന്ന അവസ്ഥ, തൻ്റെ രഥവും തേരാളിയും കൂടെ വന്ന മുഴുവൻ സൈനികരും ഒക്കെ കൊല്ലപ്പെട്ട് ആരുമില്ലാതെ കിരീടവും എല്ലാം നഷ്ടപ്പെട്ട് രാവണൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, ദശാനന, എനിക്കിപ്പോൾ ദശാനനെ വധിക്കാനാകും, പക്ഷെ നാം അത് ചെയ്യുന്നില്ല. ചെല്ലു, ആലോചിക്കൂ എന്ന് പറഞ്ഞ് മടക്കി അയക്കാനുണ്ടായിരുന്നു. രാവണൻ വളരെയധികം ക്ഷീണിച്ച് അവശനായി ഒറ്റയ്ക്ക് യുദ്ധക്കളത്തിൽ നിന്ന് നടന്ന് വന്ന് കൊട്ടാരത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ മണ്ഡോദരി നിൽപ്പുണ്ട്. മണ്ഡോദരി ചോദിച്ചു, ഈ വിധത്തിൽ ഒറ്റയ്ക്ക് വരുന്ന രാവണനെ മണ്ഡോദരി ഇതുവരെ കണ്ടിട്ടില്ല. മണ്ഡോദരി ചോദിച്ചു, എന്തു പറ്റി? രാവണൻ ഒന്നും പറയാതെ തൻ്റെ മുറിയിലേക്ക്, കിടപ്പറയിലേക്ക് മെല്ലെ നടന്നുപോയി. അവിടെ ചെന്ന് രാവണൻ തൻ്റെ സ്ഥിരമായി ഉപയോഗിക്കാറുള്ള ഒരു ആട്ടുകട്ടിലുണ്ട്, അതിൽ കയറിക്കിടന്നു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. മണ്ഡോദരി അടുത്ത് ചെന്നിരുന്ന് രാവണനെ സാന്ത്വനിപ്പിക്കാനും രാവണന്റെ കാലുകൾ തിരുമാനുമൊക്കെ ആരംഭിച്ചപ്പോൾ കൈകൊണ്ട് തടഞ്ഞു, വേണ്ട. വീണ്ടും രാവണൻ ദീർഘമായ ആലോചനയിലാണ്. രാവണൻ ഈ വിധത്തിലുള്ള ഒരു ദുഃഖമുഖത്തിൽ മണ്ഡോദരി ഇതുവരെ കണ്ടിട്ടില്ല. മണ്ഡോദരി വീണ്ടും വീണ്ടും രാവണനോട് ചോദിച്ചു, എന്താണ് മഹാരാജൻ ഇങ്ങനെ വേദനിക്കുന്നത്? കുറേ സമയം കഴിഞ്ഞ് രാവണൻ മണ്ഡോദരിയോടായി പറഞ്ഞു, പ്രിയപ്പെട്ട മയപുത്രി, മയൻ്റെ മകളാണല്ലോ മയപുത്രി മണ്ഡോദരി, നാം ഇപ്പോൾ അനുഭവിക്കുന്നത് മുഴുവൻ നാം ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ തിരിച്ചടിയാണ്. ഓരോന്നോരോന്നായി നമ്മെ വേട്ടയാടുകയാണ്. നാം ഓർക്കുകയാണ്, ഇഷാക്ക് വംശം, അതായത് രഘുവംശം, ഈ ശ്രീരാമൻ പിറന്ന വംശം, ആ വംശത്തിലെ ഒരു രാജാവായിരുന്നു അനരണ്യൻ. അനരണ്യൻ എന്നെ ശപിച്ചിട്ടുണ്ട്. മാംസഭക്ഷണം കഴിക്കാത്ത ശുദ്ധനായ ഒരു രാജാവായിരുന്നു അനരണ്യൻ. നാം ശ്രീ പരമേശ്വരിൽ നിന്നും പരം നേടി മടങ്ങവേ അഹങ്കാരമൂത്ത് അനരണ്യൻ്റെ രാജ്യം വളഞ്ഞു. അനരണ്യ രാജാവും നാമും തമ്മിൽ നടന്ന ദ്വന്ദ്വയുദ്ധത്തിൽ അനരണ്യൻ മരിച്ചു.
ഈ അവസരത്തിൽ അരണ്യൻ നമ്മെ ശപിക്കുകയുണ്ടായി. എൻ്റെ ഈ വംശത്തിൽ, ഇഷാക്ക് വംശത്തിൽ ദശരഥൻ എന്നു രാജാവ് ഭരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീരാമനാൽ നീ വധിക്കപ്പെടുമെന്നും ശപിക്കുകയുണ്ടായി. അതിപ്പോൾ നാം ഓർക്കുകയാണ്. ഇത് പറഞ്ഞ് മണ്ഡോദരിയുടെ നേർക്ക് രാവണൻ നോക്കി. തുടർന്ന് രാവണൻ പറഞ്ഞു, നാം ഇപ്പോൾ ബലമായി ഇവിടെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന ശ്രീരാമപത്നി സീതയുണ്ടല്ലോ, സീത മുമ്പ് നാം ബലമായി കടന്നു പിടിച്ച വേദവതി എന്ന സ്ത്രീയുടെ പുനരവതാരമാണ്. വിഷ്ണുദേവനെ ഭർത്താവായി കിട്ടുവാൻ വേണ്ടി തപസ് ചെയ്യുകയായിരുന്നു വേദവതിയെ നാം ബലമായി കടന്നു പിടിച്ചു. ആ അവസരത്തിൽ വേദവതി നമ്മെ ശപിച്ചുകൊണ്ട് ദേഹം വെടിയുകയുണ്ടായത്. ആ ശാപം ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ആ സ്ത്രീയുടെ ദേഹത്ത് തൊട്ടാൽ തല പൊട്ടിത്തെറിക്കും എന്നുള്ള ശാപമായിരുന്നു. ആ വേദവതിയുടെ ചാരത്തിൽ നിന്നും ഉയർന്നു വന്ന കുഞ്ഞാണ് മൈഥിലിയായി പിൽക്കാലത്ത് ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത് വളർന്നതും ജാനകി എന്നറിയപ്പെടുന്നതും ശ്രീരാമൻ വിവാഹം കഴിച്ചതും. ആ മൈഥിലിയാണ് നാം ബലമായി ഇവിടെ കൊണ്ട് വന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. വേദവതി അന്ന് മറ്റൊരു ശാപം കൂടി നടത്തുകയുണ്ടായി. നാം മൂലം നീയും നിന്റെ കുലവും നശിക്കുമെന്ന് നാം അത് ഓർക്കുകയാണ്. രാവണൻ ഇങ്ങനെ ഓരോ കാര്യവും പറഞ്ഞ് മണ്ഡോദരിയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. അതുപോലെ വൈശ്രവണന്റെ മകൻ നളകുമാരന്റെ പ്രതിഷ്ഠിത വധുവായ രംഭയെ അളയയ്ക്ക് സമീപം വെച്ച് നാം അപമാനിക്കുകയുണ്ടായി. ഇതറിഞ്ഞ നളകുമാരൻ നമ്മെ ശപിച്ചിട്ടുണ്ട്. നിന്റെ 10 തലയും പൊട്ടിത്തെറിച്ച് മരിക്കാനിടയാവട്ടെ എന്നായിരുന്നു ശാപം. ഒരിക്കൽ നന്ദികേശനെ നാം കുരങ്ങനെന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. നന്ദികേശന്റെ ശാപമുണ്ടായി. കുരങ്ങന്മാരാൽ നീ അക്രമത്തിന് വിരയാവുകയും നീയും നിന്റെ കുലവും അങ്ങനെ നശിക്കാൻ ഇടവരട്ടെ എന്ന് നന്ദികേശൻ ശപിച്ചിട്ടുണ്ട്. മറ്റൊരിക്കൽ നാരദമുനിയും നമ്മെ ശപിച്ചിട്ടുണ്ട്. പ്രണവത്തിന്റെ അർത്ഥം പറഞ്ഞു തരാത്തതിന് നാരദന്റെ നാവ് മുറിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ നിന്റെ തലകൾ 10 ഒരു മനുഷ്യൻ മുറിച്ചു കളയട്ടെ എന്ന് അദ്ദേഹം ശപിക്കുകയുണ്ടായി. രാവണൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് അതിനുശേഷം പുറത്തേക്ക് നോക്കി കുറേ സമയം വെറുതെ ഇരുന്നതിന് ശേഷം മണ്ഡോദരിയുടെ മുഖത്ത് നോക്കി. മണ്ഡോദരി ഇതെല്ലാം കേട്ട് വളരെ വിഷണ്ണയായി നിൽക്കുകയായിരുന്നു. വീണ്ടും രാവണൻ തുടർന്നു. പുരോഹിത ജനനീ ശാപവും നമുക്കുണ്ടായിട്ടുണ്ട്.
സമുദ്രസ്നാനത്തിനെത്തിയ യുവതികൾ, പുരോഹിത യുവതികൾ അവരുടെ അമ്മമാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ അത് ചെയ്ത നമ്മെ ആ മാതാപിതാക്കൾ ശപിച്ചു. നിന്റെ ഭാര്യയെ നിന്റെ കൺമുന്നിൽ വെച്ച് വാനരന്മാർ അപമാനിക്കട്ടെ എന്നായിരുന്നു ആ ശാപം. നാം മൂലം നമ്മുടെ പ്രാണപ്രേയസിയായ നീയും ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്നാണ് നമ്മുടെ ഭയം. അതുപോലെ മാരുതവനത്തിൽ വാനപ്രസ്ഥനായി കഴിഞ്ഞ ഋതുവർമ്മന്റെ ഭാര്യയായ മദനമഞ്ജരിയെ അപമാനിച്ചതിന് നീ ഒരു മനുഷ്യനാൽ വധിക്കപ്പെടും എന്നായിരുന്നു ഋതുവർമ്മൻ ശപിച്ചത്. ഇവ മാത്രമല്ല, ഇതേപോലുള്ള ശാപങ്ങൾ അഗ്നിദേവൻ, മൗഗ്രവ്യ മഹർഷി, നമ്മുടെ സഹോദരൻ കുബേരൻ, ബൃഹസ്പതി, വസിഷ്ഠ മഹർഷി, അഷ്ടാവക്രൻ, ദത്താത്രേയൻ, ദൈവായനൻ, മാണ്ഡവ്യൻ, അത്രി മഹർഷി തുടങ്ങിയുള്ളവരിൽ നിന്നെല്ലാം ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ധാരാളം ശാപങ്ങൾ. ഇപ്പോൾ ആ ശാപങ്ങളെല്ലാം ഒന്നൊന്നായി നമ്മുടെ മേൽ വന്ന് പതിച്ചു തുടങ്ങിയിരിക്കുകയാണ്. രാവണന്റെ ഈ വാക്കുകൾ മണ്ഡോദരിയെ വല്ലാതെ അസ്വസ്ഥയാക്കി. ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് മണ്ഡോദരി പറഞ്ഞു, നാഥ, ഇതിനെല്ലാം പരിഹാരമുണ്ട്, പ്രായശ്ചിത്തം ചെയ്താൽ മതി. തെറ്റുകൾ ചെയ്താലും എല്ലാ തെറ്റിനും പരിഹാരമുണ്ട്, പ്രായശ്ചിത്തം ചെയ്യുക, പശ്ചാത്തപിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. ഇനിയും സമയമുണ്ട് ഇതൊക്കെ തിരുത്തുവാൻ. ഈ തെറ്റുകളൊക്കെ തിരുത്തി മാപ്പപേക്ഷിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. ഈ വിധത്തിൽ മണ്ഡോദരി പറഞ്ഞപ്പോൾ രാവണൻ പ്രായശ്ചിത്തം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ രാവണന് പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടായില്ല. പക്ഷേ മാപ്പപേക്ഷിക്കണം എന്ന് കേട്ടപ്പോൾ രാവണൻ പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ മാപ്പപേക്ഷിക്കാനും അതിനേക്കാളും ഭേദം മരിക്കുന്നതല്ലേ ഭേദം. രാവണൻ മാപ്പപേക്ഷിക്കുക അതൊരിക്കലും സാധ്യമല്ല എന്ന നിലയിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ രാവണന്റെ മാതാമഹനായ മാല്യവാൻ കടന്നു വന്നു. ദുഃഖിതനായ രാവണനെയാണ് മാല്യവൻ കാണുന്നത്. മാല്യവാൻ രാവണനോട് സംസാരിച്ചപ്പോൾ മാല്യവാൻ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുമെന്ന് നാം വളരെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതായിരുന്നു. അത് മനസ്സിലാക്കാതെയാണല്ലോ ദശാനന നീ അവിവേകം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. നമ്മുടെ കുലത്തിൻ്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ സീതാദേവിയെ മടക്കി ശ്രീരാമദേവനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഉചിതമായ മാർഗം. അല്ല എങ്കിൽ നിശ്ചയമായും ഈ ലങ്കയുടെ രാവണവാഴ്ചയുടെ അവസാനമായിരിക്കും സംഭവിക്കുക. ഈ കുലവും സമ്പൂർണ്ണമായി നശിക്കും. ഇത് കേൾക്കുമ്പോൾ രാവണന്റെ മുഖത്ത് ആദ്യം
ഏറ്റവും ബഹുമാനായ മാല്യവാൻ പറയുന്നു എന്നുള്ള ബഹുമാനവും, തുടർന്ന് ക്ഷമ പറയണമെന്നുള്ള നിലയിലേക്ക് സീതാദേവിയെ മോചിപ്പിച്ച് ശ്രീരാമദേവന്റെ മുന്നിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞപ്പോൾ ആ ക്ഷമ പറയണം എന്നുള്ള, അല്ലെങ്കിൽ മാപ്പപേക്ഷിക്കണം എന്നുള്ള ഭാഗം വന്നപ്പോൾ രാവണന് ക്രോധം ഇങ്ങനെ ഇരച്ചു കയറി. ഈ സമയം അവിടേക്ക് രാവണന്റെ മന്ത്രി മഹോദരൻ കയറി വന്നു. മാനസികമായി ഏറെ തളർന്നിരിക്കുന്ന രാവണന്റെ അടുത്തേക്ക് മഹോദരൻ കയറി വന്നിട്ട് മഹോദരൻ സംസാരിക്കാൻ തുടങ്ങി. മാല്യവൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് മഹോദരൻ വരുന്നത്. മഹോദരൻ പറഞ്ഞു, എന്താണ് മഹാരാജൻ നാം കേൾക്കുന്നത്? അങ്ങ് ക്ഷമ പറയുകയെന്നു. അങ്ങ് ആരാണ്? അങ്ങേപ്പോലെ ധീരനായ ഒരു ചക്രവർത്തി ലോകത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങയുടെ കരുത്തിൻ്റെ ഒരംശം മാത്രമല്ലേ ഇപ്പോൾ നമുക്ക് പുറത്തു കാട്ടുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥ ശക്തിയും യഥാർത്ഥ ആക്രമണവും അഴിച്ചുവിട്ടാൽ ഈ മാനവ സമൂഹവും രണ്ട് മനുഷ്യരും എവിടെ പോകും? അവരെ യമപുരിക്ക് അയക്കാൻ എത്ര സമയം വേണം? അങ്ങെന്താണ് ഇതിൽ ദുഃഖിതനായിരിക്കുന്നത്? ഒരിക്കലും ദുഃഖിതനാവരുത്. അങ്ങ് ആരാണ് എന്ന് കാര്യം മറന്നു പോകരുത്. അങ്ങ് ഓർത്തു നോക്കൂ, അങ്ങയുടെ സ്വന്തം അനുജൻ കുംഭകർണൻ ഇവിടെ ഉണ്ട്. കുംഭകർണൻ ഒരാൾ വിചാരിച്ചാൽ ഈ മുഴുവൻ വാനരസേനയും നശിപ്പിച്ച രണ്ട് മനുഷ്യരെയും ഭക്ഷണത്തിന് വിധേയമാക്കും. ആ കുംഭകർണനെ ഉണർത്തി യുദ്ധത്തിനയക്കാൻ നോക്കൂ. ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണന് പെട്ടെന്ന് സന്തോഷം വന്നു. ആ നഷ്ടപ്പെട്ടുപോയ ഊർജം വീണ്ടെടുത്തു രാവണൻ. കുംഭകർണനെ ഉണർത്തി യുദ്ധത്തിനയക്കാം എന്നിങ്ങനെ തീരുമാനിച്ചു. എന്നാൽ ശരി, കുംഭകർണനെ ഉണർത്താം. കുംഭകർണൻ 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നുമിരിക്കുന്ന ആളാണ്. അത് ഇവർ സഹോദരന്മാർ രാവണനും കുംഭകർണനും വിഭീഷണനും ബ്രഹ്മദേവനെ ഒരിക്കൽ തപസ് ചെയ്യുമ്പോൾ രാവണൻ ധാരാളം വരങ്ങൾ ചോദിച്ചു വാങ്ങി. അടുത്ത കുംഭകർണൻ നിർദേവത്വമാണ് ചോദിക്കാൻ തീരുമാനിച്ചത്. ദേവന്മാരെ മുഴുവൻ വധിക്കാൻ വേണ്ടി, ദേവന്മാരില്ലാത്തൊരവസ്ഥ. അപ്പൊ ആ അവസ്ഥ സൃഷ്ടിക്കുവാൻ കുംഭകർണൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ സരസ്വതി ദേവിയോട് അഭ്യർത്ഥിച്ച് സരസ്വതി ദേവി കുംഭകർണന്റെ നാവിൽ കയറി. സരസ്വതി ദേവി കുംഭകർണൻ നിർദേവത്വം എന്നുള്ള നിദ്രാവത്വം എന്ന നാവിൽ പിഴവുണ്ടാക്കി. അങ്ങനെ നിദ്രാവത്വം, സദാസമയം ഉറങ്ങാനുള്ള അനുഗ്രഹം കിട്ടി, വരം കിട്ടി. അപ്പൊ സദാസമയം ഉറങ്ങിക്കിടക്കുന്ന ഒരാളായി ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് അബദ്ധം പറ്റിയതും അതിൽ നിന്ന് മോചനം വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു കൊടുത്തുപോയ വരം മാറ്റാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതിന് ചെറിയ വ്യത്യാസം വരുത്തി കൊടുത്ത് 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നിരിക്കാനുള്ള അനുവാദം കൊടുത്തത്. അങ്ങനെ ഉണർന്നിരുന്ന സമയം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോയിട്ട് 9 ദിവസമേ ആയുള്ളൂ. ഈ ഉറക്കത്തിനിടയിൽ അസാധാരണമായ നിലയിൽ ഉണർത്തിയാൽ മരണം വരെ സംഭവിക്കാവുന്ന അപകടങ്ങളുണ്ടാകും എന്നും ഈ വരലഭ്യതയ്ക്കിടയിൽ കുംഭകർണന് ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഉറങ്ങാൻ പോയി 9-ാം ദിവസം കുംഭകർണനെ വിളിച്ചുണർത്താൻ രാവണൻ തീരുമാനിച്ചു. കുംഭകർണൻ ഒരു മഹാമേരു കിടക്കും പോലെയാണ് കിടക്കുന്നത്, വലിയ പർവ്വതം പോലെയാണ് കുംഭകർണൻ കിടന്നുറങ്ങുന്നത്. കുംഭകർണന്റെ ശ്വാസം വലിക്കുന്നതും ശ്വാസം പുറത്തുവിടുന്നതും അനുസരിച്ച് ചുറ്റുപാട് നിൽക്കുന്ന മരങ്ങൾ പോലും
അങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയും തിരിച്ചു വരികയും ചെയ്യാറുണ്ട്. ആ വിധത്തിലാണ് ശ്വാസം എടുക്കുന്നത്, ശ്വാസം പുറത്തേക്ക് പോകുന്നത്. കൂർക്കമ്പലിയുടെ ശബ്ദം ആ രാജ്യം മുഴുവൻ കേൾക്കാം. ആ നിലയിലുള്ള കൂർക്കമ്പലിയാണ്. കുംഭകർണനെ വിളിച്ചുണർത്താനായി പല രീതിയിലും ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കുതിരകളെ കൊണ്ട് കുംഭകർണന്റെ ദേഹത്തുകൂടി കയറ്റി ഓടിച്ചു നോക്കി. രഥം കയറ്റി നോക്കി. കുംഭകർണൻ ഉണ്ടല്ല, ആനയെ കൊണ്ട് കയ്യും കാലും പിടിച്ചു വലിപ്പിച്ചു. ഒരു നിലയിലും ഉണ്ടിരുന്നില്ല. വാദ്യഘോഷങ്ങൾ മുഴക്കി ധാരാളമായി. ഒരു ദിവസം പൂർണ്ണമായി നോക്കി. കുംഭകർണൻ ഉണരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. കുംഭകർണൻ ഉണരുന്നില്ല. ഭയങ്കരമായ നിദ്രയിലാണ്. അവസാനം രാവണൻ പറഞ്ഞു, കുംഭകർണന്റെ മൂക്കിലും ചെവിയിലുമൊക്കെ വെള്ളമൊഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അനേകം വലിയ വലിയ പാത്രങ്ങളിൽ കൊണ്ടുവന്ന് വലിയ ഭീമാകരമായ പാത്രങ്ങളിലാണ് കൊണ്ടുവന്ന് വെള്ളം ഇങ്ങനെ മൂക്കിലൂടെ ചെവിയിലൂടെയൊക്കെ ഒഴിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ പതുക്കെ കുംഭകർണൻ കണ്ണു തുറന്നു. ചെറിയ അനക്കമുണ്ടായി. കണ്ണു തുറന്നു. കുംഭകർണൻ കണ്ണു തുറന്ന് എണീറ്റപ്പോൾ കുംഭകർണനെ കഴിക്കുവാനായി ധാരാളം വിഭവങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കുന്നുപോലെ, ഒരു മല പോലെ മാംസവും മദ്യവും രക്തവും ഒക്കെ തന്നെ കുംഭകർണനെ കഴിക്കുവാനായി പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭക്ഷണങ്ങളൊക്കെ, വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ച് കുംഭകർണൻ സന്തുഷ്ടനായി. അതിനിടയിൽ കുംഭകർണൻ്റെ മന്ത്രിമാർ വന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടായി. ഇതെല്ലാം കേട്ട ശേഷം കുംഭകർണൻ അവിടെ നിന്നും എണീറ്റ് നേരെ രാവണൻ്റെ സദസ്സിലേക്ക് നടന്നു. രാവണൻ അവിടെ ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. കുംഭകർണൻ നടന്നു വന്ന് രാവണൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഒരു മല വന്ന് വീഴും പോലെയാണ് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഉപവിഷ്ടനായ ശേഷം കുംഭകർണൻ രാവണനോട് സംസാരിക്കാൻ തുടങ്ങി.